ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് കുറച്ച് ഫ്ലോറൽ ഔട്ട്ലൈൻസ് നോക്കിയാലോ. അസൈൻമെൻ്റ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടാവാറുണ്ട്, ഏത് ഔട്ട്ലൈൻ കൊടുക്കും, ഏതായിരിക്കും ഭംഗി എന്നുള്ളത്. അപ്പോൾ ഞാൻ ഇന്ന് 5 ഔട്ട്ലൈൻസ് ആണ് കാണിക്കുന്നത്. എല്ലാം ഫ്ലോറൽ ഔട്ട്ലൈൻസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതാണ് ഇഷ്ടമായിട്ടുള്ളത് എന്നുള്ളത് നോക്കിയിട്ട് അറിയിക്കണേ. ഇപ്പോൾ ഈ ഒരു ഔട്ട്ലൈനിൽ ഞാൻ ജസ്റ്റ് പിക്ചർ വരക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ജസ്റ്റ് റാൻഡം ആയിട്ട് ഫ്ലവേഴ്സ് വരച്ചു, ജസ്റ്റ് ലീഫ് വരച്ചു, എന്നിട്ട് അതിൽ കളർ കൊടുത്തു, എന്നിട്ട് അതിൽ ബ്ലാക്ക് ഇങ്ക് വെച്ചിട്ട് ഒരു ഔട്ട്ലൈനും കൂടെ കൊടുത്തു. കാരണം അതൊന്ന് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കുറച്ചുകൂടെ ഒരു ഭംഗി തോന്നിക്കും. ഇപ്പോൾ ഒക്കെ കുട്ടികൾക്ക് അത്രയും അസൈൻമെൻറ്റ്സ് വരുന്നുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. മുമ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഓരോ സബ്ജക്ട്സിനും അസൈൻമെൻറ്റ്സ് ആയിരുന്നു. അപ്പം സെക്കൻഡ് വരുന്നത് എന്ന് പറയുന്നത് നമ്മൾ കോർണർ മാത്രം വിട്ടിട്ട് ബാക്കിയൊക്കെ സ്കെയിൽ വെച്ചിട്ട് വരച്ചിട്ടുണ്ട്. എന്നിട്ട് അവിടെ മാത്രം ഡിസൈൻ കൊടുക്കുകയാണ്. ഇതിൽ ജസ്റ്റ് ഞാനൊരു പ്ലാന്റ് പോലെ കൊടുത്തിട്ടുള്ളത്, അതായത് ഒരു ഫ്ലവർ, സ്റ്റെമ്മ്, അതുപോലെ ലീവ്സ്, ഈ ഒരു രീതിക്കാണ് കൊടുത്തിട്ടുള്ളത്. അപ്പം പിന്നെ അതിന് നേരത്തെ കൊടുത്ത അതേപോലെ കളേഴ്സ് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ പർപ്പിൾ ഫ്ലവറാണ് കൊടുത്തിട്ടുള്ളത്. ലീവ്സിന് കുറച്ചൊരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് ലൈറ്റ് ഷെയ്ഡും അതുപോലെ ഡാർക്ക് ഷെയ്ഡും കൂടെ കൂട്ടിയിട്ടാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പം ഇതിലും അതേപോലെ തന്നെ ബ്ലാക്ക് ഇങ്ക് വെച്ചിട്ട് ഔട്ട്ലൈനൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് പല സൗണ്ട്സും പുറത്തുനിന്ന് കേൾക്കുന്നുണ്ടാവും. അതൊക്കെ ഇഗ്നോർ ചെയ്യുക. കാരണം ഞാൻ കുറേ ശ്രമിച്ചു ഒന്ന് ഫ്രീ ആയിട്ട് ഇരുന്നിട്ട് വോയിസ് ഓവർ കൊടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ എങ്ങനെ വന്നാലും എന്തെങ്കിലുമൊക്കെ സൗണ്ട്സ് വരുവാണ്. അപ്പം ഒന്ന് ഇഗ്നോർ ചെയ്യണേ. അതുപോലെ എൻ്റെ സൗണ്ട് നന്നായിട്ട് മാറിയിട്ടുണ്ട്. ഡെയിലി കേൾക്കുന്ന ആരെങ്കിലും ആണെന്നുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവും. ജലദോഷം പിടിച്ചിട്ട് വോയിസ് ഒക്കെ പോയിട്ടുണ്ട്. അപ്പം അതും ജസ്റ്റ് നെവർ മൈൻഡ് ചെയ്യാം. എന്നിട്ട് ജസ്റ്റ് എല്ലാത്തിനും ബ്ലാക്ക് ഇങ്ക് വെച്ചിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഫ്ലവർ കുറച്ചുകൂടെ ഹൈലൈറ്റ് ആയി നിൽക്കുന്നുണ്ട്. അപ്പം അതാണ് സെക്കൻഡ് ഡിസൈൻ. തേർഡ് ഡിസൈൻ എന്ന് പറയുമ്പോൾ ഒരു താമരയാണ് ചെയ്യുന്നത്. താമരയുടെ ഡിസൈനാണ് ചെയ്യുന്നത്. ജസ്റ്റ് ആദ്യം ഞാൻ പെൻസിൽ വെച്ചിട്ടൊന്ന് ഔട്ട്ലൈൻ ചെയ്യുന്നുണ്ട്. ഒരു അസൈൻമെൻറ്റിൻ്റെ ഫ്രണ്ട് പേജിന് ഇത്രയും ആർഭാടൊക്കെ വേണമെന്ന് ചിന്തിക്കുന്നവരോട് എനിക്കൊന്നേ പറയാനുള്ളൂ, നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആണ്. ചില ആൾക്കാർക്ക് കുറച്ച് ഓവറാക്കി ചെയ്യുന്നതൊക്കെ ഇഷ്ടമായിരിക്കും. അല്ല, അങ്ങനെയല്ലേ ഞാൻ ഉദ്ദേശിച്ചത്. അതായത് അടിപൊളിയായിട്ട് ചെയ്യാൻ ഇഷ്ടമുള്ളവരുണ്ടാവും, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, തെറ്റിദ്ധരിക്കരുത്. അപ്പോൾ ആ ഒരു രീതിക്ക് ഇഷ്ടമുള്ളവർക്ക് ഇത് ചൂസ് ചെയ്യാം. വളരെ സിമ്പിളാണ്. അപ്പം ഇതുപോലെ കളർ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ബാക്കി സൈഡിൽ നമ്മൾ സ്കെയിൽ വെച്ചിട്ട് വരച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഔട്ട്ലൈന്. എന്നിട്ട് ബ്ലാക്ക് ഇങ്ക് വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ലൈൻസ് വരച്ചു കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇത് നോക്കിയാൽ മനസ്സിലാവും. ആർപ്പാടാക്കി കൊളാക്കിയെന്ന് തോന്നിയോ? രസമുണ്ടോ എന്നുള്ളത് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇതാണ് നമ്മളുടെ താമരയുടെ ഡിസൈൻ. ഓക്കെ, ഫോർത്ത് ഡിസൈൻ എന്ന് പറയുന്നത് സൺഫ്ലവർ ഒരു സൈഡിൽ മാത്രമാണ് കൊടുത്തിട്ടുള്ളത്. ജസ്റ്റ് വരച്ചു, അതിന് സൺഫ്ലവറിൻ്റെ കളർ കൊടുത്തു. ബാക്കി സൈഡിലൊക്കെ സ്കെയിൽ വെച്ചിട്ട് വരക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ലാസ്റ്റ് വൺ എന്ന് പറയുന്ന സമയത്ത് അത് വളരെ സിമ്പിളാണ്. രണ്ട് ഓപ്പോസിറ്റ് സൈഡ്സിലും ലീവ്സ് ജസ്റ്റ് വരച്ചു. എന്നിട്ട് ലൈറ്റ് ഷെയ്ഡ് വെച്ചിട്ട് കളർ കൊടുത്തിട്ട് കോർണേഴ്സിൽ മാത്രം ഡാർക്ക് ഗ്രീൻ വെച്ചിട്ട് ഷെയ്ഡ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതിൽ ജസ്റ്റ് റെഡ് കളർ വെച്ചിട്ട് ചെറിയ പൂവ് ഇങ്ങനെ വരച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നല്ല മഴയാണ്, അപ്പോൾ അതിൻ്റെ സൗണ്ട് എങ്ങനെയായാലും വോയിസിൽ വരുന്നുണ്ട് കേട്ടോ. റിയലി സോറി. നെക്സ്റ്റ് വീഡിയോ അടിപൊളിയാക്കാം. സോ ഇത്രയാണ് നമ്മളുടെ ഡിസൈൻസ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.